What's up guys, Sri here. Xiaomi 17. ഞാൻ റിവ്യൂല് പോകുന്നതിന് മുന്നേ രണ്ടു കാര്യം പറയാം. അങ്ങനെ ഇംപ്രഷൻസ് വീഡിയോനകത്ത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ എല്ലാം ചെക്ക് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. സാധനം എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ക്ലിയർ കട്ട് ഐഡിയ ആൻഡ് എവിഡൻസ് ഉണ്ട്. പക്ഷേ പെർഫെക്റ്റ് ഫോണല്ല, ചെറിയൊരു ഗ്രൈം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്താ പറയണം, ആസ് എ കോമ്പാക്ട് ഫോൺ, ഒരു ഡ്രീം കോമ്പാക്ട് ഫോണിന് ഏറ്റവും ക്ലോസർ ടു സാധനം ഏതാണ്? നമ്മുടെ സാംസങ് S26 ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനൊക്കെ തോട്ടിയെടുത്ത് എറിയാൻ തോന്നുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ സാധനം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ കാര്യം കയ്യിൽ ഇത് ഇരിക്കുന്ന രീതി, ഇൻ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ പക്കാ പ്രീമിയം സാധനമാണ്. നമുക്ക് കയ്യിൽ എല്ലാ കയ്യിലും വെച്ച് പിടിക്കാനും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഷീൽഡ് ഗ്ലാസ് ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, IP60 69 ആയിക്കോട്ടെ, 68 ആയിക്കോട്ടെ. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഈ കളർ നല്ല രസമായിട്ട് റിയൽ ലൈഫിൽ കാണാം. ഈ പച്ച കളർ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ പച്ച കളർ വേറെ കളറുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഫോൺ ഞാൻ കൂട്ടുകാരന്മാരെ കൊടുത്ത് ആദ്യം പറയാം, എടേ പ്രീമിയം സാധനം പിടിക്കാനൊക്കെ ഐഫോൺ പിക്സൽ ആ ഒരു ലീഗ് മാതിരിയൊക്കെ ഉണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇൻ ഹാൻഡ് ഫീൽ ടോപ്പ് നോച്ചാ. ഷവോമി അത് നെയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ 191 grams ആണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ പ്രീമിയം ഫീലിൻ്റെ അത് നിങ്ങളന്ന് നോട്ടീസ് ചെയ്യുന്നൊരു സാധനമല്ല. ആ പ്രീമിയം ഇൻഹാൻഡ് ഫീല് എലിവേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഡിസ്പ്ലേ, എൻ്റെ പൊന്നോ നല്ല ഡിസ്പ്ലേ. ബെസൽസ് ഒക്കെ നിങ്ങൾ നോക്ക്, ഭയങ്കര ചെറിയ തിൻ ബെസൽസ് ആണ്. അതൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും ഓൺ ആ ലോങ് ടേം ബേസിസ്. നിങ്ങൾ ചെറിയ ഇത്ര തിക്നെസ് ഉള്ള ചിന്നൊക്കെ ഉള്ളപ്പം നിങ്ങൾക്ക് അത് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ്. ഒരുപാട് നാൾ ബെസൽ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂസ് ടു ആയിട്ട് വേറൊരു ബെസലിൽ എടുക്കുന്ന നമുക്ക് ഈ ക്യാ ഹുവ എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ട്. ഇതിൻ്റെ ബെസൽസ് ഒക്കെ ഭയങ്കര കുറവ്. ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ആണ്, 120 Hz ആണ്, LTPO ഉണ്ട്, 68 ബില്യൺ കളേഴ്സ്, PWM ഉണ്ട്, നല്ലോണം ബ്രൈറ്റ്നസ് കുറയും. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് കേടാവാതെ റിഫ്രഷിങ്ങും ലോ ബ്രൈറ്റ്നസ് റിഫ്രഷ് സാധനങ്ങൾ എല്ലാ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ട് ഈ ഡിസ്പ്ലേക്കകത്ത്. കളർ ആക്യുറസിനെ കുറിച്ച് പറയുമ്പം ഷവോമീൻ്റെ പാനൽസ് ആർ വെരി ഗുഡ്. അവരുടെ ആ മ്യൂട്ടഡ് വൈറ്റ് ആണെങ്കിലും ആ ഒരു ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയുക, ആ ബ്ലൂ സ്വിച്ചിട്ട് മ്യൂട്ട് ചെയ്ത പോലെ തോന്നി. എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് ആണ്. വെരി ഗുഡ് കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേ. അതിൻ്റെ കൂടെ തന്നെ സിനിമയൊക്കെ കാണാനും ഗെയിം കളിക്കാനോ ഒക്കെ ജില്ല് കത്തി നിൽക്കുന്ന സാധനമാണ് മക്കളെ. സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കേഴ്സാണ്, പ്ലെൻറ്റി ലൗഡ്. ഈ ഫോം ഫാക്ടറിന് ഏറ്റവും ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടെന്നാണ്. ലൗഡ് മാത്രമല്ല, അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ഓൾമോസ്റ്റ് iPhone 17 ആ ഒരു സാധനത്തിൻ്റെ ഒക്കെ അത്ര ഒരു സൂപ്പർ സ്പീക്കേഴ്സിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. സ്പീക്കേഴ്സ് അടിപൊളി. സ്പീക്കേഴ്സിന് കണക്ക് തന്നെ വൈബ്രേഷൻ മോട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കിണ്ണം കാഴ്ച വൈബ്രേഷൻ മോട്ടർ ടോപ്പ് നോച്ച്. നിങ്ങൾക്ക് ആ സൂപ്പർ ആ പ്രിസൈസ് ആ സാധനം കിട്ടും നിങ്ങൾക്ക് വൈബ്രേഷൻ മോട്ടർ. എനിക്ക് വൈബ്രേഷൻ മോട്ടറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഭയങ്കര രസമുള്ളൊരു വൈബ്രേഷൻ മോട്ടറാണ്. സോ വൈബ്രേഷൻ മോട്ടറൊക്കെ രസമുണ്ട്. പക്ഷേ തെറ്റിദ്ധരിക്കല്ലേ, ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 17 Pro Maxൻ്റെ അത്രയും കിട്ടുന്ന വൈബ്രേഷൻ മോട്ടറല്ല. പക്ഷേ 80,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിൽ നല്ലൊരു വൈബ്രേഷൻ മോട്ടറാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5, Adreno 840, UFS 4.1. ഞാൻ കഥ ബാക്കി പറയേണ്ട ആവശ്യമില്ല. ഷവോമിയാണ്, അവർക്ക് നല്ലോണം ചിപ്പ് ഒപ്റ്റിമൈസ് ചെയ്യാൻ അറിയാം. അതിനോട് ഒറിജിനോയസ് 3 ഞാൻ ബാക്കി അത് പറഞ്ഞുതരാം. പക്ഷേ ചിപ്സെറ്റ് പെർഫോമൻസ് എല്ലാം ടോപ്പ് നോച്ച്. ഗെയിം കളിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു സ്റ്റഡേഴ്സ് കാര്യങ്ങളുമില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ഗെയിമറല്ല. പ്രൊഫഷണൽ ഗെയിമേഴ്സിന് അടുത്ത് ഈ ഫോൺ എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഫോം ഫാക്ടർ അല്ല നോക്കണം, നിങ്ങൾ ഇച്ചിരി വലിയൊരു സാധനം നോക്കണ്ടേ. എന്നാലും ഗെയിം കളിക്കാനാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും പെർഫോമൻസ് ലാക്ക് ലെസ്റ്റർ ആണ്. നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല. ടോപ്പ് ടിയർ പെർഫോമൻസ് എന്നൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം ഇടയ്ക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മച്ചാൻ ഇച്ചിരി ചൂടാവുന്നുണ്ട്. ഞാൻ ഒന്ന് കുടിച്ചോടി, ഭയങ്കര വെയിൽ ചൂടാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവുന്നില്ല, പക്ഷേ അത്യാവശ്യം ചൂടാവുന്നുണ്ട്. അത്യാവശ്യം ചൂടാവെന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കോമ്പാക്ട് ഫോണാണ്, ചൂടാവും. ആ ഒരു ടൈപ്പ് ഓഫ് ചൂടല്ല ഇത്, ഇച്ചിരി കൂടെ ചൂടാവുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ടിപ്പിക്കൽ കോമ്പാക്ട് ഫോൺ എന്നുള്ള ചൂടിനെക്കാട്ടി ഇച്ചിരി കൂടെ ചൂട്. അൺബെയറബിൾ ഹീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചൂടാകുന്നുണ്ട്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ. പിന്നെ കേരളത്തിൽ ഇത്രയും ചൂട് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അതിൻ്റെ അതും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ചൂട് ഉണ്ട്, കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, മാനേജബിൾ ആണ്. കേസ് ഇല്ലെങ്കിൽ മാനേജബിൾ ഒക്കെയാണ്. നല്ലോണം ചൂടാവുന്ന സെനേരിയോസ്
പൊതുവെ എനിക്കത് ക്യാമറ മോഡ്യൂളിന് ചുറ്റുമാണ്. അത് നിങ്ങൾ ക്യാമറ എക്സ്റ്റെൻസീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് 4K 8K ഒക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് സംഭവം പറഞ്ഞത്. പെർഫോമൻസ്, ഗെയിമിംഗ്, ഡേ ടു ഡേ ടാസ്ക് ഒഴുകി പോകുന്ന ഒരു ഡിവൈസാണ്. ഈ ഫോം ഫാക്ടറിൻ്റെ കൂടെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഗൈസ് പറയാണ്ടിരിക്കാൻ വയ്യ, എത്ര മെച്ചുവേർഡ് ഓഫ് എൻ OS ആയി ഒറിജിൻ OS എന്ന് വെച്ചാൽ വെരി മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റൈലിങ്ങും അവരുടെ അനിമേഷൻസും അവരുടെ ആ ഒരു ഫ്ലോയും ആ ഒരു പാറ്റേൺസും വാൾപേപ്പേഴ്സും കസ്റ്റമൈസേഷൻസും നമുക്ക് അഡീഷണൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇവർ തരുന്നത് ഒക്കെ ഭയങ്കര എന്താ പറയണ വെരി മെച്ചുവേർഡ് OS അല്ലെ മെച്ചുവേർഡ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ പറയേണ്ടത്. പിന്നെ ആസ് ഓഫ് റൈറ്റ് നോ എത്ര ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവരുടെ 5 to 6 year പോളിസി. എനിക്ക് തോന്നുന്നു 5 വർഷത്തെ OS അപ്ഡേറ്റ്, 1 വർഷം അഡീഷണൽ സെക്യൂരിറ്റി അപ്ഡേറ്റും കൂടെ തരുമായിരിക്കും. എന്തായാലും 5 വർഷം നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് OS അപ്ഡേറ്റ് കിട്ടും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഷവോമി സമയത്തിന് അപ്ഡേറ്റ് തരുകയും ചെയ്യും. പിന്നെ ഇവരുടെ ഒറിജിനൽ OSനകത്ത് ചക്ക എന്നല്ല ഒരുപാട് കണക്ക് എന്താ പറയുക AI ഫീച്ചേഴ്സ്, മാങ്ങ തേങ്ങ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും പേടിക്കേണ്ട. AI ഫീച്ചേഴ്സ് ഇപ്പോൾ ഫോട്ടോ എടുത്ത് ആളെ മായ്ച്ച് കളയുന്ന പരിപാടി, നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻസ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ AI ഇൻ്റഗ്രേറ്റഡ് OS ആണ്. HyperOS 3 എനിക്ക് ഭയങ്കരമായിട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓരോ HyperOS ഫോൺ ഉപയോഗിച്ച് വരുമ്പോഴും എനിക്ക് അതിനകത്തുള്ള ഇഷ്ടം കൂടി വരും, അല്ലാതെ കുറയുന്നില്ല. അത് ഭയങ്കര പോസിറ്റീവ് ഒരു സാധനം ഒരു ലോങ് ടേം യൂസറിനെ സംബന്ധിച്ച്. നോട്ട് പോയിന്റ്. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ഈ ഫോണിൽ ഇത്രയും പറഞ്ഞതിനകത്ത് 100 സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടോപ്പ് സാധനം, ധൈര്യമായിട്ട് കണ്ണും പൂട്ടി വാങ്ങിച്ചോളാൻ പറയും. പക്ഷേ ചെറിയൊരു ഗ്രൈം ഉള്ളത് എൻ്റെ ക്യാമറാസിനെ കുറിച്ച്. എൻ്റെ കുറ്റമൊന്നും പറയത്തില്ല, കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ക്യാമറ. പക്ഷേ ഞാൻ എന്നൊരു വ്യക്തി പ്രിഫേഴ്സ് നാച്ചുറൽ ഫോട്ടോസ്. ആൻഡ് ഇതിനകത്ത് ആ ലൈക്കയുടെ കോളാബറേഷൻ വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ പോർട്രേറ്റ്സിലോട്ട് എടുക്കുമ്പോൾ എനിക്ക് ആ കളേഴ്സിൻ്റെ ഒരു മ്യൂട്ടഡ് ആയിട്ട് വരുന്നൊരു എഫക്റ്റ്, അവരുടെ HDRൻ്റെ ഓവർ പ്രോസസ്സിങ് ആണോ എന്താണെന്ന് സംഭവം എനിക്ക് കറക്റ്റ് കിട്ടുവാണെങ്കിൽ അവരിച്ചിരി ടോണൽ കോൺട്രാസ്റ്റ് കൂട്ടി അവരുടെ ഇമേജസിനെ സ്കിൻ ടോൺസിനെ എഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഹൈലൈറ്റ്സ് നല്ലോണം പിടിച്ചിടുന്നുണ്ട്, ഷാഡോസും കുഴപ്പമില്ലാതെ പിടിച്ചിടുന്നത്. പക്ഷേ ഓവറോൾ ആ നാച്ചുറലിസ്റ്റിക് ഫോട്ടോ അവർ ലൈവ്ലി ഇമേജ് അല്ല കൊടുക്കുന്നത്. അവർ ഇച്ചിരി കൂടെ വാഷ്ഡ് ഔട്ട് പ്രോസസ്ഡ് പോർട്രേറ്റ്സാണ് കൊടുക്കുന്നത്. ഇത് പോർട്രേറ്റ്സിനകത്ത് മാത്രമാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. പ്രോബബിളി ഇത് ചിലപ്പോൾ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ആവാം. പക്ഷെ ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ക്യാമറ ഒരു രക്ഷയില്ല. കളേഴ്സൊക്കെ സൂപ്പർ, ഭയങ്കര ഷാർപ്പ്, ഭയങ്കര ആക്യുറേറ്റ്, എന്നാൽ ഓവർലി ഷാർപ്പല്ല. അത്യാവശ്യം വൈബ്രൻറ്റ്, വാം, കളർഫുൾ, എന്നാൽ എന്താ പറയണ കോൺട്രാസ്റ്റ് ഇമേജസാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കതൊക്കെ പറയാം. വീഡിയോസ് നല്ല ഷാർപ്പാണ്, വീഡിയോസൊക്കെ ഡീറ്റെയിൽഡാണ്. പിന്നെ വൈഡ് ആംഗിളിനകത്ത് വീഡിയോസ് ഇച്ചിരി കൂടെ വൈഡ് ആയിരുന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് എൻ്റെ തോട്ട് മാത്രമാണ്. പക്ഷേ അത് എന്തായാലും ഇറ്റ്സ് ഗുഡ്, ഓക്കെ. നല്ല സോഫ്റ്റ്വെയർ ആണ്, നല്ല ക്യാമറയാണ്. സോഫ്റ്റ്വെയർ ഞാൻ ഉദ്ദേശിച്ച് നല്ല ക്യാമറ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഈ ക്യാമറ ആപ്പൊക്കെ ഉണ്ടല്ലോ, ഈ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നല്ലോണം ഇപ്പം ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് ആണ്. 5x 3x 2x അതൊക്കെ എളുപ്പമാണ് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ. എവിടേക്ക് ആകെ ഒരു ഗ്രൈമുള്ളത് ആ ലൈക്കയുടെ പോർട്രേറ്റ്സ് എനിക്കത്ര ലൈവിലല്ലേ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല എന്ന് മാത്രമാണ്. അത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ ഞാൻ അത് എടുത്തു പറഞ്ഞ എനിക്ക് റിയലിസ്റ്റിക് നാച്ചുറൽ ഫോട്ടോസിനോടാണ് താല്പര്യം. അതുകൊണ്ട് എടുത്തെടുത്ത്. പക്ഷേ ക്യാമറ സിസ്റ്റം അത്യാവശ്യം നല്ല 2.5x ടെലിഫോട്ടോ ഉണ്ട്, മെയിൻ 50 MP ഷൂട്ടർ ഉണ്ട്, അൾട്രാ വൈഡ് 50 MP മൂന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഫോട്ടോസിനാണെങ്കിലും എന്താ പറയണ ക്രോമാറ്റിക് ആബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വൈഡില്ല. നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ വിവോയുടെ ഒപ്പൻ്റെയും കൂടെ പിടിക്കുന്നില്ല എന്നെനിക്കൊരു ചെറിയ കൺസേൺ തോന്നി. ക്യാമറ സിസ്റ്റം ഇതെടുക്കുക X300 ഞാൻ ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി X300 ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ബാക്കി ചില കാര്യങ്ങളിലൊക്കെ X300 ഉപരി ഞാനിത് ചൂസ് ചെയ്യും. നിങ്ങൾ X300 Xiaomi 17 തമ്മിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പാരിസൺ വേണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്, നമുക്കത് ചെയ്യാം. അത് കാരണം നല്ലൊരു വീഡിയോ ആയിരിക്കും. ആസ് ഓഫ് റൈറ്റ് നൗ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോണാണ്. ഒരു ക്യാമറയിലെ പോർട്രേറ്റ്സ് പേഴ്സണൽ പ്രിഫറൻസിൻ്റെ അനുസരിച്ചല്ല, അതും കൂടെ ആയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോൺ എന്ന് പറഞ്ഞത്. കാരണം NFC ഇൻഫ്രാറെഡ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാണുന്നില്ലല്ലോ സാധനം, ഗൂഗിളിൽ അതാ പറഞ്ഞത്. ഞാനൊന്ന് കൺഫേം ചെയ്തിട്ടിട്ടേക്കാം. ചിലപ്പോൾ ചൈനീസ് വേരിയൻറ്റിൻ്റെ മാത്രം ആയിരിക്കാം. നല്ല പക്ക ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. സോ ഇറ്റ്സ് ശ്രീ ഹിയർ. ഇത്രയ്ക്ക് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ABC മൊബൈൽസ് പട്ടത്തുനിന്ന് മേടിച്ച് നമ്മുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ പ്രൈസിൽ നിന്നും അത്യാവശ്യം നല്ലൊരു വിലക്കറവ് അവിടെ നിന്ന് എനിക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഉറപ്പാ, ഫോൺ അത്യാവശ്യം അവിടെ സ്റ്റോക്ക് ഉണ്ട്. സോ ശ്രീ ഹിയർ, അവർ നമ്പർ ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.